നമ്മുടെ ചുങ്ക ഷൈനിയെ നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. ഷൈനിയെ 2 മക്കളെ ഒരു കാലത്ത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അവിടെ നടന്നത്. ട്രെയിനിന് മുന്നിൽ 2 മക്കളെയും കൊണ്ട് ചാടി ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്തെന്ന് പറയാൻ പറ്റൂല, കൊന്നെന്ന് വേണം പറയേ. അല്ലാതെ പിന്നെ ആത്മഹത്യ ചെയ്തെന്ന് എങ്ങനെ പറയാൻ പറ്റും? അതൊരിക്കലും നടക്കില്ല. ഷൈനി അവിടെ അനുഭവിച്ച പീഡനങ്ങളും നോബി എന്ന് പറയുന്ന ചെറ്റയിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തിയതും ആ ഒരു വക്കീലമ്മച്ചി എന്ന് തന്നെ പറയണം, വക്കീലമ്മച്ചി. ഇങ്ങനത്തെ അമ്മച്ചിമാർ ജീവിച്ചിരിക്കണമെങ്കിൽ അപാരം. എങ്കിൽ പിന്നെ പെൺപിള്ളേരെ ഒന്നിനെയും കല്യാണം കഴിച്ച് വിടേണ്ട ആവശ്യമില്ല. ഈ അമ്മച്ചി. അതുപോലെ അച്ഛനും മോശമൊന്നും അല്ല കേട്ടോ, നോബിയുടെ അച്ഛനെ. അല്ലാത്ത പള്ളിയിലെ അച്ഛനല്ല, അതതിനെക്കാട്ടി കഷ്ടം. നമുക്ക് കാര്യത്തിലോട്ട് പോവാം. എന്ന് പറഞ്ഞാൽ ഗുണ്ടാ വിളയാട്ടമാണെന്നേ അവിടെ നടക്കണത്. ഈ ചുങ്കോ എന്ന് പറയണത് കണ്ടില്ലേ? ഇപ്പം എന്താ ഇന്നലെ ഞാൻ കണ്ട ഒരു പാവ മനുഷ്യനാ ഗുണ്ടകളെല്ലാം കൂടെ ചേർന്ന് അത് എന്തോ വാക്ക് തർക്കമാണ് കൊണ്ടുവന്ന് കുഴിച്ചു മൂടിയിട്ട്. യവന്മാർക്കൊക്കെ എന്തിൻ്റെ കേടാണ് ഇത്? ഗുണ്ടകളെ നാടാ ഈ ചുങ്കോ എന്ന് പറയണത്. ഒരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. റൗഡി വിളയാട്ടമാണെന്ന് തോന്നുന്നു. അത് പോട്ടെ, നമുക്ക് ഷൈനിയുടെ കാര്യത്തിലോട്ട് വരാം. ഷൈനിക്ക് നീതി കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആരും ഇപ്പം ചാനലുകാർ അവരൊക്കെ ന്യൂസുകളൊക്കെ തിരിച്ചു വിട്ട്. ന്യൂസുകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറെ രീതിക്കൊക്കെ ഒരേ ന്യൂസ് വരുമ്പോൾ അവർ പിന്നെ അതിൻ്റെ പിന്നാലെ പോകും. ഇപ്പം പിന്നെ എടുത്തു വെച്ച് പറയണ ഒരു 3-4 യൂട്യൂബേഴ്സ് മാത്രം ഇരുന്നും കൊണ്ട് ഷൈനിക്ക് നീതി കിട്ടാൻ വേണ്ടി ഓരോന്നും പറയുന്നുണ്ട്. നമ്മുടെ ആഗ്രഹം അങ്ങനെയാണ്, ഷൈനിക്ക് നീതി കിട്ടണമെന്ന്. പക്ഷേ നീതി കിട്ടാനുള്ളൊരു ഉറപ്പ് അവിടെ ഒരു ചാൻസ് വരുന്നില്ല. എങ്കിലും ജനങ്ങൾ തന്നെ ഇപ്പം അവർ നാട്ടിലുള്ളവർക്ക് തന്നെ ഈ ഒരു കുടുംബക്കാരാ ഭയങ്കര പേടിയാണ്. അവർ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളെന്നാണ് പറയണത്. ഈ പെരേടങ്ങൾ വെട്ടിപ്പിടിച്ചെടുക്കാൻ പാറയെന്ന് പറഞ്ഞാൽ വെറും പാറ അതുപോലും വേണമെന്നും പറഞ്ഞ് അയൽവക്കത്തെ പെരേടം അതുപോലും വേണമെന്നും പറഞ്ഞ് വെട്ടിപ്പിടിച്ച് അങ്ങോട്ട് എടുത്ത് അതിനു വേണ്ടി പ്രശ്നങ്ങളായി. അതിലോട്ട് ചീനി അതിൻ്റെ ആ പാറയുടെ മണ്ടയിൽ ഉണക്കാൻ കൊണ്ടിട്ടിരുന്നപ്പോഴത്തേക്ക് ആട്ടുകുട്ടിയുണ്ടല്ലോ കുഞ്ഞ്, അത് വന്ന് അതിൻ്റെ മുള്ളങ്ങാണ്ട കയറിയെന്നും പറഞ്ഞ് പാവം ഒരു മനുഷ്യൻ തൊട്ട് അയൽവക്കത്തുള്ളതാണ്. അവരെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ശല്യത്തിനും പോവാതെ കഴിയണ ആളാണ്. ഷൈനിക്കൊക്കെ ഭയങ്കര കാര്യമായിരുന്നു അവരെടുത്ത്. പേടിച്ചിട്ട് മതിലിനകത്ത് നിന്നും കൊണ്ട് ഷൈനി ചിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അവരെടുത്ത്. അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോഴും ആ മോനെ എന്തോന്ന് ചെയ്ത് ഇവർ വന്ന് കിടന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. ആ ചീനീരെ മണ്ടയിൽ ആട്ടുകുട്ടി കയറിയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നിന്ന് പ്രശ്നം ഉണ്ടാക്കി കുട്ടി അടിക്കാനങ്ങണ്ടേക്ക് ഓട്ടിച്ച് അങ്ങനെ ഇവർ വന്ന് ചോദിക്കുകയും കണ്ട ചെയ്തപ്പോഴത്തേക്ക് കാണാം ഇവർ മോനെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇവൻ്റെ അനിയനാണ്. എല്ലാമാരും തടിയാവുള്ളേ. ആരെ കൊണ്ട് ശക്തിയില്ലാത്തവരൊക്കെ ചെന്നാൽ അവിടെ അങ്ങ് വീഴും. കാണുമ്പോൾ തന്നെ ബോധം കെട്ടങ്ങ് വീഴുമെന്നും. അങ്ങനെ അത് അവിടെ നിൽക്കട്ടെ പറയാം. അങ്ങനെ ചെന്നങ്ങ് പിടിച്ചിട്ട് ഈ പാവ മനുഷ്യനെ തള്ളിയിടാൻ ഒരുങ്ങി. തള്ളിയിട്ട് അവനുണ്ടല്ലോ ഈ വക്കീലമ്മച്ചീര ഈ ഷൈനീരാനിയെ ഭർത്താവിൻ്റെ അനിയെ. അപ്പോഴും ഭർത്താവ് അവിടെ ഇല്ലെന്ന് തോന്നണം, അയാൾ മഴക്കാനായിട്ട് ജോലിക്കാൻ കണ്ടേക്ക് പോയി കിടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ വന്നിട്ട് എന്തോന്ന് ചെയ്ത് പാറക്കല്ലെടുത്ത് വെച്ചിട്ട് ആ പാവ മനുഷ്യൻ്റെ തോലയ്ക്ക് തോണ്ട ഇങ്ങനെ കല്ലെടുത്ത് വെക്കിയെന്ന് ഇടിച്ചിടിച്ച് പഞ്ചറാക്കിയെന്ന്. പാവം അത് ചാനലിൻ്റെ അടുത്ത് വന്ന് നിന്ന് പറയുന്നുണ്ട്. ചാനലുകാരടുത്ത് കല്ലെടുത്ത് വെച്ച് ഇടിച്ചിട്ട് ഇത് കണ്ടും കൊണ്ട് അമ്മ എന്തേലും ഇത് അമ്മ ഓടി വന്ന് ആ പയ്യൻ്റെ അമ്മ ഓടി വന്നപ്പോൾ കാണാം ഈ പയ്യൻ്റെ അമ്മ ഓടി വന്നതിൻ്റെയാണ് മോനെ ഇടിക്കണ കണ്ടും കൊണ്ട്. അപ്പോഴേക്കാണാം മറ്റേ അമ്മച്ചി ഉണ്ടല്ലോ, വക്കീലമ്മച്ചി, ഞരന്തമ്മച്ചി. വക്കീലമ്മച്ചിനെ വക്കീലുകളാണ് അത്രയും അവിടെ ഉള്ളത് കേട്ടോ. 2-3 കൊണ്ടൊക്കെ വക്കീലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ അമ്മച്ചി ഇങ്ങോട്ട് വന്നിട്ട് അമ്മച്ചി മോൻ്റെ നിന്ന് കല്ല് മേടിച്ച് വെച്ചിട്ട് ഈ പാവ മോനെ പിടിച്ചു പറ്റാൻ വന്ന അമ്മേരെ കഴുത്തിലോട്ട് ഈ കൊതു ചാടി അങ്ങ് കയറി ഇരുന്നും കൊണ്ട് ആ പാറക്കല്ലെടുത്ത് വെച്ച് ഇങ്ങനെ എന്നെ ഇടിച്ച് വലിച്ചങ്ങ് കീറിക്കൊടുക്കാനുള്ളത് ഈ അമ്മച്ചിയാ. പിന്നെ അതിന് ശേഷം ഈ പാതിരി എന്ന് പറയണ ഈ അച്ഛൻ ഷൈനീരെ വീട്ടിൽ രാത്രിയിലാവുമ്പം വരും.
രാത്രി വന്നിട്ട് എന്തു ചെയ്യും? ഷൈനി മക്കളെയും കൊണ്ട് പാവം വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് സ്വസ്ഥതമായിട്ട് ഇത്തിരി എവിടെയെങ്കിലും കിടന്നൊന്ന് കണ്ണടയ്ക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോൾ ഈ കള്ളക്കിളവൻ പാതിരി ഉണ്ടല്ലോ, പാതിരി ഇങ്ങനെ വരും. അത് വരാനും കാരണമുണ്ട്. ഇയാൾ രാത്രി സമയങ്ങളിലേ വരുള്ളൂ കേട്ടോ. ഈ ഷൈനിയെ കൊണ്ട് എന്നെ മുമ്പ് 3 ലക്ഷം രൂപ ലോൺ എടുപ്പിച്ചല്ലോ, കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുപ്പിച്ച് എന്തിനാണ്? ഈ നോബിയുടെ വീട്ടിൻ്റെ മുകളിലോട്ട് റൂം ഇറക്കണം. എന്തിനാണ്? കൊച്ചു കള്ള രാത്രി കയറി വരാനായിട്ട്. കൊച്ചു കള്ള പാതിരാത്രിയിൽ കയറി വന്ന് മുകളിലത്തെ നിലയിൽ കിടക്കണം. ഷൈനിയുടെ ഭർത്താവില്ലല്ലോ, ആ കിഴങ്ങൻ ജോലി സ്ഥലത്തല്ലേ. അപ്പോഴേ ഷൈനി താഴത്തെ റൂമിലല്ലേ കിടക്കണ. 2 മക്കളെയും കൊണ്ടങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കും പൊന്നു മക്കളെ. അങ്ങനെ ഈ കിളവന് ഇവന്മാർ പെണ്ണ് കിട്ടൂല. ഇവന്മാർ പെണ്ണ് കിട്ടേണ്ട ആവശ്യമില്ല. ഇവന്മാരിങ്ങനെ ഇതിൽ തവളച്ചാട്ടം കണക്ക് അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി നടക്കും. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് മര്യാദയ്ക്ക് ജീവിച്ചൂടെ? ഇവന്മാർ കള്ളന്മാരെ കാര്യങ്ങളുണ്ട് തോറ്റത്. അങ്ങനെ എന്തോന്ന് ചെയ്തു? റൂം കെട്ടിയിട്ട് ഇയാൾ പിന്നെ സുഖവാസം അതിൻ്റെ മണ്ടയിലായി, മുകളിലത്തെ നിലയിലായി. അങ്ങനെയാണ് ഒരു ദിവസം ഷൈനി ഇങ്ങനെ കിടന്നപ്പോൾ കാണാം ഇയാൾ പതുങ്ങി വന്നിട്ട് മണ്ടയിലത്തെ റൂമിലോട്ട് കയറിപ്പോണു. എന്നിട്ട് പറയണല്ലോ, മക്കൾ ഉറങ്ങുമ്പോൾ കയറി മുകളിലോട്ട് വരായി. മക്കൾ ഉറങ്ങുമ്പോൾ മുകളിലോട്ട് കയറി വരായി. അയ്യേ കള്ളക്കിളവാ, ഒളിച്ച് നടക്കണം കള്ളപ്പാതിരി കള്ളക്കിളവായി. സത്യം പറഞ്ഞാൽ ഈ കൊച്ചിന് അവിടെ സ്വസ്ഥത ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ വീട്ടിൽ പോലും അതിനൊരു സുരക്ഷയായിട്ട് അതിനെ പിടിച്ചണയ്ക്കാനായിട്ട് ആരുമില്ല. അതിൻ്റെ വീട്ടിൽ അതിൻ്റെ അച്ഛനും അമ്മയും എല്ലാം കണക്ക് തന്നെയാണ്. ഒരു നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ജോലിക്ക് ചെന്ന് എവിടെയെങ്കിലും ജോലിക്ക് ചെന്ന് കയറണമെങ്കിൽ ഈ കള്ളപ്പാതിരിയും അമ്മമാർ തടിയാവുള്ളവളെല്ലാവരും കൂടെ പറയും ജോലി കൊടുക്കരുതും. അപ്പൂപ്പൻ മണ്ടയിൽ പ്രതീക്ഷിച്ചിരുന്നു നമ്മളെ പള്ളി അച്ഛൻ പാതിരി മണ്ടയിൽ ലോഹയൊക്കെ ഇട്ടങ്ങനെ എല്ലാവരും ഒന്നും നല്ല 100-ൽ 60% നല്ല അച്ഛന്മാരുണ്ട്. 40% ഒന്നും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നല്ല മനുഷ്യരുമുണ്ട്, അഴുക്ക മനുഷ്യരുമുണ്ട്. ഈ പെൺകുട്ടി എന്തൊരിത് പേടിച്ച് വിറച്ചന്ന് കിടന്ന് കള്ളൻ്റെ ആഗ്രഹം കൊള്ളാല് മുകളിലോട്ട് കയറി വാ മക്കളെ ഉറക്കിയിട്ടെന്ന് ചിരിക്കാതെ പിന്നെ എന്തൊരു പറയായി. അമ്മച്ചിക്കാറിയുണ്ടല്ലോ, അമ്മച്ചി കൂട്ടിക്കൊടുപ്പുകാരിയായിരുന്നു. ഒരു നോബീരെ ഒരു അച്ഛനുണ്ട്. അച്ഛനെന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വന്തം അച്ഛൻ. അയ്യാക്കാണെങ്കിൽ സംസാരിക്കാൻ പോലും അയ്യ ഇങ്ങനെ വലിക്കണിരുന്നു. എമ്മാരൊക്കെ വലിച്ച് ചാവാതെ ആസ്മരസവും കൊണ്ടാണെന്ന് തോന്നണം കേട്ടോ. ഇങ്ങനെ ഇരുന്നു കൊണ്ട് വലിക്കുന്ന ആൾ ഇൻ്റർവ്യൂ എടുക്കണേനു. ഇങ്ങനെ ഇരുന്ന് വലിക്കുന്ന ശ്വാസം കിളവന് വിടാൻ പറ്റുന്നില്ല. നീയൊക്കെ വലിച്ച് ചാവും. അതുപോലെ അമ്മച്ചി ഇൻ്റർവ്യൂ എടുക്കണ എങ്ങനെയാണെന്ന് അറിയണ്ടേ? അമ്മച്ചി പറയണു ഷൈനി പോയെന്നും പറഞ്ഞിപ്പം നമുക്ക് വേറൊന്നും സംഭവിക്കാനില്ല. ബംഗാളികളാക്കിയിട്ടുണ്ട്, അതിൻ്റെ അപ്പുറം ബംഗാളികളെ ജോലിക്കാക്കിയിട്ടുണ്ട്. കള്ളക്കിളവി ഷൈനിയെ വേലക്കാരിയായിട്ടാണ് കൊണ്ടുവന്നത്. ഈ കള്ളക്കിളവിയുടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതല്ലേ. കിളവി നിങ്ങളെ മോളെപ്പോലെയല്ലേ കരുതാനുള്ളത്. ഈ കിളവി പറയണ് പിന്നെ ബംഗാളികളെ ഇവിടെ ജോലിക്ക് ഷൈനി പോയാലും പ്രശ്നമൊന്നുമില്ല, ബംഗാളികളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പം ഷൈനിക്ക് ഇത്ര വിലയുള്ളായിരുന്നാ? ഈ കിളവി ഇതെന്തോന്ന്? അതിൻ്റെ അപ്പുറം ആ കിളവനും കിളവി എല്ലാം കണക്ക് തന്നെയാണ്. എല്ലെണ്ണവും വലിച്ച് ഒരു പടുതിയായി. ഇനിയിപ്പോൾ തോന നാളൊന്നും പോവില്ല. പിന്നെ മക്കൾ പിന്നെ തടിയാവുള്ളൂ. തടിയാ പൊതക്കോ എല്ലെണ്ണവും കണക്ക് തന്നെ. പൊത്തോ വക്കീലന്മാരാണെന്നൊക്കെ പറയണു. അനിയനെന്നാ ആരൊക്കെ വക്കീലായാൽ എന്തരാണ്? അവന്മാർക്ക് വിവരം വേണ്ടേന്ന്. അവന്മാർ ഇങ്ങനെയുള്ള പാറക്കല്ലുകളും കൊണ്ടുവിടുന്ന നാട്ടുകാരെ അടിക്കാൻ നിന്ന അവന്മാരെ മണ്ടയ്ക്കടിയോ കൊടുക്കാനുള്ളത്. അച്ഛൻ്റെ ആഗ്രഹം കൊള്ളാം, മണ്ടയിലോട്ട് വന്നു. നിൻ്റെ കൂടെയൊക്കെ വരണേലും ഭേദം ട്രെയിനിൻ്റെ മുന്നിൽ ആ പെൺകുട്ടി തല വെച്ചതാണ് നല്ലത്. കള്ളപ്പാതിരിക്ക് കിട്ടാത്തതിൻ്റെ
നളിയാണ് കള്ളപ്പാതിരി അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത്. ശവങ്ങൾ പോയി പെണ്ണ് കെട്ടി അന്തസ്സായിട്ട് പോയി പെണ്ണുങ്ങൾക്ക് ചിലവിനും കൊടുത്ത് ജീവിയിലടാ നീയൊക്കെ. കള്ള തടിയാവുള്ള ആളെ തിന്ന് കൊഴുത്തും കൊണ്ട് കിടന്ന് ചേട്ടന്മാരെയും അനിയന്മാരെയും പെണ്ണിനെ ആഗ്രഹിക്കാതെ നിനക്കൊക്കെ എന്തോ നിൻ്റെ കടിയാണ്. അവനെയാണ് ആദ്യം പിടിച്ചുകൊണ്ട് വന്ന് അവിടെ ഇടാനുള്ള. യവന്മാർക്കൊന്നും ഒരു കൂസലും ഇല്ല. യവന്മാരൊക്കെ പെട്ടെന്ന് ഇറങ്ങി വരുന്നേ. യവന്മാരൊന്നും പിടിച്ചുകൊണ്ട് പോയാൽ തന്നെ അവർക്കറിയാം അവർക്കൊന്നും ശിക്ഷ കിട്ടില്ല. ആ നാട്ടുകാർക്ക് മൊത്തവും പേടിയാണ് അവരാ. എന്തോരു വർഗങ്ങൾ. അവർ ഇത് ഗുണ്ടാ വിളയാട്ടം പോലെയാണ്. ഗുണ്ടകൾ ഒന്നും ഉണ്ടാക്കൂല. അവരവർക്കിപ്പോൾ 10 സെൻറ്റ് പെരയുടെ ഉണ്ടെങ്കിൽ ആ 10 സെൻറ്റിൽ ചെന്ന് തോണ്ടിയെടുത്ത് അകത്തോട്ടങ്ങ് വയ്ക്കും. ഇങ്ങനെയാണ് അവരെയൊക്കെ സ്വഭാവങ്ങൾ. ആ കിളവി ഉണ്ടല്ലോ, ഞരന്ത് കിളവി ഇങ്ങനെ ഇരുന്നു കൊണ്ട് ആ എല്ലൂസ് കിളവീരെ വായിന്ന് ബോധം കെട്ട് ഞാൻ ഇങ്ങനെ കിടന്ന് ശ്വാസം വലിച്ച് കിടന്ന് ഞാൻ ഉറങ്ങി. വലിക്കാൻ കിടക്കണേ ഉള്ളു കിളവി, അതിൻ്റെ അപ്പുറം കിളവായി. ഷൈനി മരിച്ചതിൻ്റെ അന്ന് ഞാൻ ഇത്തിരി പെഗ്ഗടിച്ചെന്ന് പറഞ്ഞിട്ടിരുന്ന് വലിക്കണ്, ചക്രശ്വാസം വലിക്കണ്. അയ്യോ എനിക്ക് വയ്യിച്ചിരിക്കാതെ. പിന്നെ നോബി ജോലി സ്ഥലത്ത് നിന്നും കൊണ്ട് പൈസ അയക്കണത് ഈ അച്ഛന്മാരെ അക്കൗണ്ടിലത്തേക്കാണ്. അവന്മാരാണ് എടുക്കണത്. ഈ പെണ്ണിന് 5 പൈസ കൊടുക്കൂല ഷൈനിക്ക്. ആ മക്കൾക്കും ചിലവിനൊക്കെ അവളെ ഒരുപാട് കഷ്ടപ്പെട്ട് അവൾ ജോലി ചെയ്ത് ഒന്നും അറിയണ്ട. ആ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടാണ് അതിൻ്റെ വയറിൽ ഓരോ ദിവസം അന്നത്തിന് അത് കഴിഞ്ഞു പോയത്. പക്ഷേ അവൻ അവിടെ നിന്നും കൊണ്ട് പൈസ അയക്കണത് ഫുള്ള് എന്തോന്ന് ചെയ്യും, അവൻ്റെ ചേട്ടൻ്റെയൊക്കെ അക്കൗണ്ടിലാണ്. അക്കൗണ്ടൊക്കെ നിറഞ്ഞൊഴുകയല്ലേ. നീയൊക്കെ എന്തിനടാ പെണ്ണ് കെട്ടണത്? നിനക്കൊന്ന് ചിലവിന് കൊടുക്കാൻ വയ്യെന്നുണ്ടെങ്കിൽ നീയൊക്കെ എന്തിനടാ പെണ്ണ് കെട്ടാ? പോയി ചാവടാ, തൂങ്ങിച്ചാവേ തന്നെ വേണം. നിനക്കൊക്കെ വല്ല ചെയ്തൂടെ? തടിയന്മാരായിട്ട് കിടക്കുന്നത്. എന്തായാലും ആ കുട്ടിയെ അതിന് ഇനിയെങ്കിലും സമാധാനം ഉണ്ടായി കിടക്കട്ടെ. അവിടെ ജീവിച്ചിരുന്നപ്പോഴേ അതിന് സമാധാനം കിട്ടിയില്ല. ആ കുട്ടിക്കും ഷൈനിക്കും 2 മക്കൾക്കും. ഇനിയെങ്കിലും അതിന് സ്വസ്ഥത കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള ഷൈനിമാരൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇങ്ങനെയൊക്കെയുള്ള തടിയാവുള്ള ആളാ, ഇങ്ങനെയൊക്കെയുള്ള ചേട്ടന്മാരാ, പ്രാന്തളവി എന്തെന്ന് പറയൂല, കാമപ്രാന്തളവി നടക്കണം ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ അവന്മാരൊക്കെ വെട്ടിയിടണം. കൊടുക്കണം പിള്ളേരെ നിങ്ങൾ. അപ്പോഴും അങ്ങനെയൊക്കെ ഉള്ളവന്മാരുണ്ടെങ്കിൽ മണ്ടയ്ക്ക് കൊടുക്കണം. അത് നോബി എന്ന് പറയുന്ന ചെത്തേരെടുത്ത് പറഞ്ഞാലും അതൊന്നും സാരമില്ല. അത് പേടിച്ചിട്ട് അവൾ പറയേ ഇല്ലെന്ന്. അവളൊന്നും പറയൂല എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ സൈഡല്ലേ. ചേട്ടൻ എന്ത് തെറ്റ് ചെയ്താലും, അനിയനായാലും ചേട്ടനായാലും തെറ്റ് ചെയ്താലും ഈ ഷൈനിയുടെ മണ്ടയിലേ വരുള്ളൂ. ഷൈനി പറഞ്ഞാൽ വിശ്വസിക്കൂല. അതാണ് അവിടെ നടക്കുന്നത്. അങ്ങനത്തെ ലോകവും ഗുണ്ടാ വിളയാട്ടം. ഷൈനിക്ക് നീതി കിട്ടാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. 5-6 യൂട്യൂബേഴ്സ് ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തൊരു ഫലം? ഇതിനായിട്ട് ഇറങ്ങാറില്ല. ഇപ്പം അവിടുത്തെ നാട്ടുകാർക്ക് മുൻനിരയിൽ വന്ന ഒരു അമ്മ ഉണ്ടായിരുന്നു തൊട്ടടുത്തുള്ള. ആ അമ്മയ്ക്ക് പോലും പേടിയായി. അവരൊന്നും ഒന്നിൻ്റെ മുന്നിൽ വരക്കോ ഇല്ല, ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കുകയില്ല, ചാനലുകാരെടുത്ത അങ്ങനെയൊന്നും പറയാം. എല്ലാവർക്കും പേടിയായി ആ സാധനങ്ങളാണ്. അതുകൊണ്ടായിരിക്കും ഇവരൊക്കെ വലിച്ചു മരിക്കും. അത്രയേ ഉള്ളൂ.